നമസ്കാരം സനോജി. നമസ്കാരം. നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ലോകകപ്പ് ഫുട്ബോളിൻ്റെ പിറ്റേ ദിവസം, അതായത് ഇന്നത്തെ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി കൊടുത്തു. പിള്ളേർ ആഘോഷിച്ചിട്ട് ആലസ്യമൊക്കെ മാറി വരട്ടെ എന്നുള്ളത് വളരെ നല്ല കാര്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതിനൊരു വിമർശനവും ഉയരുന്നുണ്ട്. എവിടെയോ നടക്കുന്നൊരു ലോകകപ്പ്, ഭാരതം പങ്കെടുക്കുന്നതേയില്ല, അതിനൊരു അവധി കൊടുത്തിരിക്കുന്നു. എന്നാൽ പ്രാദേശികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തിന്, മൂലംവള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവത്തിന് അവധി അവിടുത്തെ നിയമസഭാ സാമാജികൻ നേരിട്ട് ചോദിച്ചിട്ട് പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നിട്ട് അടുത്തിരുന്ന കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നത് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയുന്ന ദൃശ്യങ്ങളും നാം കണ്ടതാണ്. എങ്ങനെ കാണുന്നു ഈ അവധി കൊടുത്തതിനെയും ഈ ഒരു വിമർശനത്തെയും എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? അല്ല, ഈ ആഘോഷങ്ങളും ഇത്തരത്തിലുള്ള എന്താ പറയുക, ഇതൊരു സെലിബ്രേഷൻ ആണല്ലോ. വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ലോകത്തിന്റെ മൊത്തം ഒരു സെലിബ്രേഷനാണ്. നമ്മളൊക്കെ കായിക പ്രേമികളാണ്, നമ്മളൊക്കെ ഇതിനെ ആരാധിക്കുന്നവരാണ്. ഇന്നലത്തെ കളിയിൽ അർജന്റീന ജയിക്കാത്തതിൽ ഒരു നിരാശ ഉള്ള ഒരാളും കൂടിയാണ് ഞാൻ. അത് എൻ്റെ പേഴ്സണൽ കാര്യം. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളെയും, ആഘോഷങ്ങളെ ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു എന്താ പറയുക, വിശ്വാഘോഷമായി മാറുന്ന കായിക മാമാങ്കം എന്ന് പറയാം ഈ കാൽപന്താരവം. ഈ കാൽപന്താരവത്തിൽ ലോകം മുഴുവൻ ഇളകി മറിയുകയാണ്. അങ്ങനെ ഒരു ഗെയിം വേറെ ഇല്ല, ലോകത്തൊരിടത്തുമില്ല. ക്രിക്കറ്റിന് പോലും 2ാം സ്ഥാനമേ ഉള്ളൂ. അവിടെയാണ് ഈ വേൾഡ് കപ്പ് ഇത്രയും കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ. ശരിയാണ്, ഇന്ന് പുലർച്ചെയാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളി കണ്ടിട്ട് ഉറക്കച്ചടവോടുകൂടി സ്കൂളിലേക്ക് പോകുന്നതിനെ ചൊല്ലി കുറേ ദിവസമായി ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചയ്ക്കൊടുവിൽ ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകി. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരുന്നു. ഇത് പ്രമാണിച്ച് നല്ല കാര്യം, സമ്മതിക്കുന്നു. സർവകലാശാലകൾ പിന്നീട് പരീക്ഷകൾ പോലും മാറ്റിവെക്കും. അതെ, അത് ഓക്കെ, ശരി, അത് 100% സമ്മതിക്കുന്നു. ഇതിൻ്റെ ഒരു കാരണം ആഘോഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം ഒരു മാസം മുമ്പ് നടന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ചമ്പക്കുളം മൂലം വള്ളംകളി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനും തനതായ കേരളത്തിൻ്റെതായ കലകളും കലാരൂപങ്ങളും ഇത്തരത്തിലുള്ള കായിക രൂപങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് തന്നെയാണ് നമ്മളുടെ ജലപൂരങ്ങൾ. കേരളത്തിലാണ് ഈ ജലപൂരങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. വള്ളംകളിയുടെ നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ നമ്മുടെ തനത് ആഘോഷമാണ് വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളിയിലൂടെയാണ് ഒരു വള്ളംകളി കാലം തന്നെ കേരളത്തിൽ തുടക്കമിടുന്നത്. അതോടുകൂടി ഓണത്തിൻ്റെ വരവായി എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പ്രാദേശികമായി അവധി ചോദിച്ചുകൊണ്ട് അവിടുത്തെ നിയമസഭാ സാമാജികൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നിയമസഭയിൽ ഒരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി പറയുകയും ഇരുന്നതിന് ശേഷം ശബ്ദം താഴ്ത്തി ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷേ മൈക്രോഫോൺ കൃത്യമായി പിടിച്ചെടുത്ത് ബാക്കിയുള്ളവരുടെ ശ്രവണേന്ദ്രിയങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇതാണ് ഒരു മുഖ്യമന്ത്രി നിലകൊണ്ട ഒരു ഡബിൾ സ്റ്റാൻഡ്. അതിനും അവധി കൊടുത്തെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, അല്ലേ? അതിന് അവധി കൊടുക്കേണ്ടത് ഇല്ലാത്ത എന്ത് സാങ്കേതികത്വമാണ് ഉള്ളത്? അത് ശരിക്കും പറഞ്ഞാൽ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത് സംബന്ധിച്ചൊരു വിമർശനം ഉയർന്നപ്പോൾ ഇത് ഞാനും ഇന്ന് ഫേസ്ബുക്കിൽ, എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്കിൽ ഞാൻ ഇത് സംബന്ധിച്ചൊരു കുറിപ്പ് വെച്ചിരുന്നു. നിരവധി പേരാണ് അത് കൃത്യമായൊരു നിരീക്ഷണമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമായി ചർച്ച ചെയ്യണം എന്ന് തോന്നിയുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം എടുത്തത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഈ കാൽപന്ത് കളിയിൽ എന്ത് രാഷ്ട്രീയമെന്ന്. പക്ഷേ കാൽപന്ത് കളിയിലും ഒരു രാഷ്ട്രീയമുണ്ട്. കാര്യം കാൽപന്ത് കളി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായി, എല്ലാവരും കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ കാൽപന്ത് കളിയുണ്ട്, നമുക്കറിയാം. എങ്കിലും ഇതിൻ്റെ ഈ ഒരു കായിക രൂപത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവം നിറഞ്ഞു നിൽക്കുന്നത് മലബാറിൻ്റെ മണ്ണിലാണ്. മലബാറിൻ്റെ മണ്ണിൽ ഫുട്ബോൾ പ്രേമികൾ അങ്ങ് എന്ത് പറയാൻ പൂണ്ട് വിളയാടുകയാണ്. അവിടെ നമ്മൾ ഈ ഫുട്ബോൾ സമയത്ത്, ഈ ഒരു ലോകകപ്പിൻ്റെ സമയത്തൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവേശവും ആരവവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം അവരുടെ മനസ്സിലും അവരുടെ ചിന്തയിലുമൊക്കെ ഫുട്ബോളാണ്. അതൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയാണ്. അവിടുത്തെ യുവതലമുറ, വളർന്നു വരുന്ന ഒരു യുവതലമുറ ഈ ഫുട്ബോളിനെ സ്നേഹിച്ചുകൊണ്ട് ഇത്തരം കായിക മാമാങ്ങളിൽ നമ്മളൊരു യുവജനത അങ്ങനെ തന്നെ വളരണം. അല്ലാതെ വെറും മൊബൈലുമായി ചടഞ്ഞുകൂടേണ്ട ബാല്യമല്ല. അവർ മണ്ണിലിറങ്ങി കളിക്കണം. അതെ, മഴയും വെയിലും കൊണ്ട് പാടത്തെയും പറമ്പിലെയും പാടങ്ങളിലെയും ഒക്കെ ഇത്തരത്തിലുള്ള ഗ്രൗണ്ടുകളിൽ കാൽപന്ത് കളിയുടെ ആരവം തൊട്ടറിഞ്ഞ് തന്നെ വളരണം എന്നുള്ള അങ്ങേയറ്റം നിർബന്ധ ബുദ്ധിക്കാരനാണ് ഞാൻ. പക്ഷെ അവിടെ അല്ല, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി കണ്ടെത്തി കൊണ്ടുവന്ന രാഷ്ട്രീയമാണ്. അതാണ് മലബാറിന്റെ തനത് കായിക രൂപത്തിന് ഇത്രയധികം പ്രചാരത്തിലെത്തി നിൽക്കുന്ന ഒരു വിശ്വവിഖ്യാതമായ മാമാങ്കത്തിനൊടുവിൽ അദ്ദേഹം അവധി പ്രഖ്യാപിക്കാൻ റെഡിയാകുന്നത് ഒരു കൂട്ടരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. മറുഭാഗത്ത് ഈ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഒരു എന്താ പറയുക,
ഈ മറ്റ് അനുഷ്ഠാനങ്ങളോടും ആചാരങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ ഒരു വിദ്വേഷവും അവജ്ഞയും പകയും ഒക്കെ ഉണ്ട്. അത് ഈ ജാത്യാലുള്ളത് തൂത്താ പോകില്ല എന്ന് പറയും പോലെ അതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് അതിന്റെ ഫംഗസുകൾ. അത് കൃത്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് പോലും അദ്ദേഹത്തിന് പറയാൻ തോന്നുന്നത്. പക്ഷേ ആ കമന്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടെ പ്രശ്നമില്ലായിരുന്നു. പരിഗണിക്കാമെന്ന് മൈക്കിലൂടെ പറയുന്നു. മൈക്കിൽ നിന്ന് മാറുമ്പോൾ ഒരു കാരണവശാലും പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതെ, കൊടുക്കൂല എന്നുള്ള വളരെ ഗ്രാമ്യമായ ഭാഷയിലാണ് പറയുന്നത്. കൊടുക്കൂല, ഒരു കാരണവശാലും കൊടുക്കൂല എന്നാ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കൗതുകകരമായ കാര്യം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നിയമസഭാ സാമാജികൻ ശ്രീ റെജി പറഞ്ഞിരുന്നു. ഇത് വളരെ മനോവിഷമം ഉണ്ടാക്കി, താൻ അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും. പക്ഷെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യമോ ഉത്തരമോ ഉണ്ടായതായിട്ട് പിന്നെ ഒരിടത്തും നാം കേട്ടില്ല. എന്തായാലും ഈ വിഷയം ഇന്നലെ ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ നിരീക്ഷകർ ഈ ഒരു വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇത് മറ്റ് ചാനലുകളൊന്നും ഇന്ന് അന്തിച്ചർച്ചയ്ക്ക് ഇത് എടുത്തിട്ടില്ല. അവർക്കൊക്കെ വേറെ വിഷയങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ നമുക്കിത് അന്തിച്ചർച്ചയ്ക്ക് കൃത്യമായി എടുക്കണമെന്ന് തോന്നി. കാര്യം ഇനിയും ഒരുപാട് കേരളത്തിൻ്റെതായ ആഘോഷങ്ങളുടെ കാലത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഇനിയിപ്പോൾ കടന്നു പോകുന്നത്. ഓണം ആയിക്കഴിഞ്ഞു. അടുത്ത മാസം ഈ സമയം കേരളത്തിൽ ഓണത്തിന്റെ ബഹളമാണ് അല്ലേ? ഇനി ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം 40 ദിവസത്തിനകം ഒരു 35 ദിവസം കഴിഞ്ഞാൽ ഓണമാണ് കേരളത്തിൽ. അപ്പോൾ ഇനി കേരളത്തിൻ്റെതായ ആഘോഷങ്ങൾ വരാനിരിക്കുകയാണ്. അപ്പോൾ പ്രാദേശികമായി തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രദേശവാസികൾക്കാകെ, പ്രത്യേകിച്ചും ഈ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന മനോജി ഒരു കാര്യം, ഈ ഉത്സവങ്ങളിലെ ജനങ്ങളുടെ പങ്കാളിത്തം ഏറി എന്നുള്ളതാണ്. കാര്യം കോവിഡ് വരെ എനിക്കറിയാം കൃത്യമായി ഈ ഉത്സവങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ ഉത്സവം നടക്കുമ്പോൾ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ ഉത്സവങ്ങളിലൊന്നും പങ്കുകൊള്ളാതെ മാറി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിക്കുമ്പോൾ പോലും അതിനെതിരെ പരാതി കൊടുക്കുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. കൃത്യമായി അതിനെതിരെ പരാതി കൊടുക്കുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു നാട്ടിൽ. പക്ഷേ ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു ഭീകരൻ വന്ന് എല്ലാവരെയും പൂട്ടിയിരുത്തിയപ്പോൾ അവരുടെ മനസ്സ് കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങി. ഇങ്ങനെയല്ല, ഞങ്ങൾ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങണം, സമൂഹ മധ്യത്തിൽ ഇറങ്ങണം, അവിടെ ഇറങ്ങിയാൽ മാത്രമേ ആ വൈബ് കിട്ടുള്ളൂ എന്നൊരു തിരിച്ചറിവിന് ഒരു മഹാമാരി വേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കിക്കോളൂ, കേരളത്തിൽ എവിടെ വേണോ ആഘോഷങ്ങൾക്ക് ഇപ്പോൾ ജനപങ്കാളിത്തം ഏറി വരികയാണ്. എന്തെങ്കിലും ആഘോഷമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് ജനം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളും കേരളത്തിൽ ഏറി വരികയാണ്. അപ്പോൾ പ്രാദേശികമായ ഇത്രയും ആഘോഷങ്ങൾ വരുമ്പോൾ അതൊരു നാടിൻ്റെ ആവശ്യമാണ്, ആ നാടിൻ്റെ ഒരു പൈതൃകമാണ്, ആ നാടിൻ്റെ ഒരു സംസ്കാരം വെളിവാക്കുന്ന ആഘോഷങ്ങളാണ്. അപ്പോൾ അവിടെ അവർക്ക് പ്രാദേശികമായ ഒരു അവധി അനുവദിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. ഒരാഘോഷവും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഒരാഘോഷവും പകരം മറ്റൊരു ദിവസം പ്രവൃത്തി ദിവസം ആക്കണം. അങ്ങനെ ഒരു നിയമം വെച്ചാൽ മതിയല്ലോ, അല്ലാതെ പ്രാദേശികമായി എന്നുള്ളത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വൈകിട്ടിരുന്ന് ഈ അവധികളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, കേരളത്തിൽ മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പൊതു അവധി കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമലയിലെ ഏറ്റവും വലിയ ആഘോഷമാണ് മകരവിളക്ക്. മകരവിളക്കിന്റെ ദിവസം ഇന്നും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന് മാത്രമാണ് പ്രാദേശികമായി അവധി കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് മുഴുവൻ മകരപ്പൊങ്കൽ, അതൊരു മകരജ്യോതി, ഒരു ആഘോഷമായി തന്നെ കണക്കിലെടുത്ത് അവധി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതെ, സത്യമായിട്ടും. കാരണം എന്താ വെച്ചാൽ ശബരിമല കൊണ്ട് കേരളത്തിനുണ്ടാകുന്ന ഗുണം, ശബരിമല അയ്യപ്പന്റെ ദിവ്യത്വം എല്ലാം ആ സമയത്ത് ആ ദിവസമാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ മറ്റെല്ലാ നഗരങ്ങളിലും ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് വേണമെങ്കിൽ ഒരു അവധി കൊടുക്കാമെന്നുള്ളതാണ്. അതൊന്നും ഇതുവരെയും ഒരു സർക്കാരും പരിഗണിച്ചിട്ടില്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തുള്ളപ്പോഴാണ് ഈ ലോകകപ്പിന് അവധി കൊടുക്കുമ്പോൾ നമുക്ക് ചോദ്യം ഉന്നയിക്കേണ്ടി വരുന്നത്. അല്ലാതെ ലോകകപ്പിന് അവധി കൊടുത്തതുകൊണ്ട് അത് തെറ്റെന്ന് പറയുകയല്ല, അത് വളരെ കൃത്യമായി പറയുകയാണ്. അത് കാണുന്ന ആൾക്കാർ തിരിച്ച് ചോദ്യം ഉന്നയിക്കുമ്പോൾ അവരത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ലോകകപ്പിന് അവധി കൊടുത്തതിനെ ഒരിക്കലും എതിർക്കുന്നില്ല, സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതേപോലെ മറ്റാഘോഷങ്ങളും ഇവിടെ ഉണ്ട്, അതിനും ഈ അവധി ബാധകമാണ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതെ, അല്ലാതെ തെറ്റായ ഒരു കീഴ്വഴക്കമാണെന്നുള്ള ഒരു അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. അതെ, ശരിയായ ഒരു കീഴ്വഴക്കമാണ്. കാരണം ആഘോഷങ്ങൾ, ഈ സനോജി പറഞ്ഞതുപോലെ കോവിഡിന് ശേഷം ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ആഘോഷം. അവിടെ ഈ ജാതി മത വർഗീയ വർണ്ണ ചിന്തകളൊന്നുമില്ലാതെ അതിനെ കയ്യും മെയ്യും മറന്ന് ആഘോഷിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വിദേശ രാജ്യങ്ങളെ കണ്ടുപിടിക്കണം. അവർ ആ ഒരു ആഘോഷം, ഒരു സെലിബ്രേഷൻ അവർ ഇറങ്ങി തിരിച്ചാൽ ആ സെലിബ്രേഷനിൽ അവരങ്ങ് മുഴുകുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് നമ്മൾ എതിരല്ല. പക്ഷെ നമ്മുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആഘോഷങ്ങളോട് ഒരു അവജ്ഞയോ അവഗണനയോ കാണിക്കുന്നത് ചിലതിന് മാത്രം പരിഗണിക്കപ്പെടുന്നു, ചിലതിന് മാത്രം പരിഗണിക്കപ്പെടുന്നില്ല. അപ്പൊ അതിലൊക്കെ കൃത്യമായി ചില രാഷ്ട്രീയങ്ങൾ ഇവർ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അത് എന്തിനാണ്? അത് മാറ്റി നിർത്താം. അത്തരം രാഷ്ട്രീയ നിറങ്ങളും കൊടിയുടെ നിറവും ഒക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക. ഇതൊരു വിനോദമാണ്, അല്ലെങ്കിൽ ഇതൊരു
എന്തോ പറയുന്നത്, ഒരു മാമാങ്കം, ഒരു കായിക നാടിന്റെ മാമാങ്കം, ഉത്സവമാണ്, ഒരു നാടിന്റെ ഉത്സവമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കും അതിൽ പങ്കാളികളാകാം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി അവധി കൊടുത്ത ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനം കൂടിയാണ് കേരളം. മണിപ്പൂരും ത്രിപുരയും കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഫുട്ബോൾ വളരെ പ്രധാനം. അല്ലാതെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം കേരളത്തിന് മാത്രമാണ്. അപ്പോൾ മണിപ്പൂരും ത്രിപുരയും കൂടെ അതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിൽ തന്നെയാണ്. കാരണം മണിപ്പൂരും ത്രിപുരയും എന്ന് പറയുന്നത് അവിടെ അവധി കൊടുക്കുന്നത് ചെറിയൊരു സംസ്ഥാനമാണ്. അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ചെറുതാണ്. പക്ഷേ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, പശ്ചിമ ബംഗാൾ ഫുട്ബോളിൻ്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന, മലബാറിനെ പോലെ തന്നെ പശ്ചിമ ബംഗാൾ ഫുട്ബോളിൻ്റെ ഈറ്റില്ലമാണ്. അവിടെ ഇപ്പോൾ സർക്കാർ പുതിയതായിട്ട് വന്നതേ ഉള്ളൂ. പല വികസന പ്രവർത്തനങ്ങൾക്കും പ്രാരംഭ നടപടികൾ എടുക്കേണ്ടതുകൊണ്ടായിരിക്കണം അവധി കൊടുക്കാത്തത് ഉദ്യോഗസ്ഥർക്കൊക്കെ. അവിടെ പോലും അവധി ഇല്ലാത്തപ്പോൾ കേരളത്തിന് കൊടുത്തു. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനൊപ്പം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഉത്സവങ്ങൾക്ക്, നമ്മുടെ സംസ്കാരത്തോട് ഇഴചേർന്ന് കിടക്കുന്ന, പ്രത്യേകിച്ച് വള്ളംകളി എന്ന് പറയുന്നത്, ഏതൊരു അതിഥി വന്നാലും ഒന്നെങ്കിൽ കഥകളി അല്ലെങ്കിൽ ചുണ്ടൻ വള്ളം, ഇതാണല്ലോ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാറുള്ളത് പ്രധാനമായിട്ട് കേരളത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ വള്ളംകളിയെ അവഗണിക്കുക എന്ന് പറയുന്നത് ദുഃഖകരമായൊരു കാര്യമാണ്. അതിനെ ഒരു സംസാര വിഷയമാക്കേണ്ടത് അവിടുത്തെ നിയമസഭാ സാമാജികൻ ശ്രീ റെജി തന്നെയാണ്. അദ്ദേഹം അത് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും കണ്ടില്ല. എന്തായാലും ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ഇന്നലെ അവതരിപ്പിച്ചു. ഈ വിഷയം വളരെ അടുത്തടുത്ത സമയങ്ങളിൽ രണ്ട് നിലപാട് മുഖ്യമന്ത്രി എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം നമ്മളും ഈ ചർച്ച എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വിഷയം അത് വിഷയമല്ല. അതെ, ഒന്ന് ശരിയും മറ്റൊന്ന് തെറ്റുമാണ് എന്നുള്ളതെന്ന് പറഞ്ഞു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ആരെങ്കിലും അത് പറയണം. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ചർച്ച മറ്റാരും പറയുകയുമില്ല. അത് മുഖ്യമന്ത്രിയുടെ കാതുകളിൽ എത്തണമെങ്കിൽ എത്തട്ടെ. അതിനു വേണ്ടിയിട്ട് പ്രേക്ഷകർ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അല്ല, നിങ്ങൾക്കും ഇതിന്റെ വിഭിന്ന അഭിപ്രായങ്ങളുണ്ടാവും. ഒരു പക്ഷേ ഞങ്ങൾ പറഞ്ഞതിനോട് യോജിക്കാം, അതിനെ വിയോജിക്കാം. അഭിപ്രായം എന്തായാലും കമന്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ പറഞ്ഞതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുക. 10 ലക്ഷത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് തത്വമയി. ആ ഒരു യജ്ഞത്തിൽ പങ്കാളികളാകുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയുക. ഒരു രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാവുക. ഇത് ഈ പറഞ്ഞതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത ദേശസ്നേഹവുമായിട്ടാണ് ഓരോ നിമിഷവും തത്വമയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജൈത്രയാത്രയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി നിങ്ങളും ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് അങ്ങനെ ഒരു യാത്ര നമുക്ക് മുന്നോട്ട് തന്നെ തുടരാം. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരമാവധി ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും വളരെ നന്ദി സനോജ്. ഈ വിഷയത്തിനൊരു തീരുമാനം പെട്ടെന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എന്തായാലും വളരെ നന്ദി സനോജ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.